Hello dear students, welcome to Math Root. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ 4th സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള റിയൽ അനാലിസിസ് 1ലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 23 ഷോ ദാറ്റ് ലിമിറ്റ് 1/n മൈനസ് 1/n പ്ലസ് 1 ഈക്വൽ ടു 0. നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ് 0 ആണെന്ന് കാണിക്കണം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഫ്രാക്ഷൻസിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നോക്കൂ, 1/n മൈനസ് 1/n പ്ലസ് 1 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കൂ, 1 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ n പ്ലസ് 1, പിന്നെ ഇവിടുത്തെ മൈനസിനെ നമ്മൾ അതേപോലെ കീപ്പ് ചെയ്തു. ഓക്കെ, പിന്നെ 1 ഇൻറ്റു n എന്ന് പറയുമ്പോൾ n ഡിവൈഡഡ് ബൈ n ഇൻറ്റു n പ്ലസ് 1. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെ ഈ n-ഉം മൈനസ് n-ഉം ക്യാൻസൽ ആയി പോകും. സോ മേലെ ന്യൂമറേറ്ററിൽ 1 മാത്രം ഉണ്ടാവും. ഡിനോമിനേറ്റർ n ഇൻറ്റു n പ്ലസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ എടുക്കാം. നോക്കൂ, ഈ കിട്ടിയതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് ഈ ടേം തന്നെ ആയിരിക്കും, 1/n ഇൻറ്റു n പ്ലസ് 1. ഇനി നമുക്ക് ഈ ക്വാണ്ടിറ്റിക്ക് ഒരു എസ്റ്റിമേറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ എടുക്കാം, n ഇൻറ്റു n പ്ലസ് 1. നമുക്കറിയാം n ഇൻറ്റു n പ്ലസ് 1-നേക്കാൾ ചെറുതായിരിക്കും n സ്ക്വയർ. റീസൺ എന്താണ്? നമുക്ക് n ഇൻറ്റു n എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്, പ്ലസ് n ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അത് n ആണ്. നമുക്കറിയാം n സ്ക്വയർ പ്ലസ് n-നേക്കാൾ ചെറുതാണല്ലോ n സ്ക്വയർ. കാരണം n എന്നുള്ളത് നാച്ചുറൽ നമ്പർ ആണ്. നിങ്ങൾ ഏത് നാച്ചുറൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും n സ്ക്വയറിനേക്കാൾ വലുതായിരിക്കും എന്ത്, n സ്ക്വയറിലേക്ക് n കൂട്ടിയത്. സോ നമുക്ക് എന്ത് പറയാം, ഈ ഇനീക്വാലിറ്റി എപ്പോഴും ട്രൂ ആയിരിക്കും. ഇനി നോക്കൂ, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1/n ഇൻറ്റു n പ്ലസ് 1 ആയി, n സ്ക്വയർ 1/n സ്ക്വയർ ആയി. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ ഉള്ളത് തിരിഞ്ഞിട്ട് ലെസ് ദാൻ വരും. നോക്കൂ, 1/n സ്ക്വയർ അതിനേക്കാൾ വലുതാണ് എന്ത്, 1/n. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 1/n ഇൻറ്റു n പ്ലസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n കിട്ടി. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്കൊരു നാച്ചുറൽ നമ്പർ n ഫൈൻഡ് ചെയ്യണം. ആ n ലിമിറ്റിന്റെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, നോക്കൂ, നമുക്ക് 1/n ലെസ് ദാൻ എപ്സിലോൺ ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നടന്നിട്ട് ലോജിക്ക് വരുന്നത് 1/n ലെസ് ദാൻ എപ്സിലോൺ, അതായത് നമ്മൾ ചൂസ് ചെയ്ത പോസിറ്റീവ് എപ്സിലോണേക്കാൾ ചെറുതായിരിക്കണം നമ്മുടെ 1/n. നോക്കൂ, ഇതിന് നമ്മൾ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, n ഗ്രേറ്റർ ദാൻ 1/epsilon കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ചൂസ് ചെയ്ത പോസിറ്റീവ് എപ്സിലോൺ എടുക്കുക, അതിന്റെ റെസിപ്രോക്കൽ 1/epsilon എടുക്കുക, അതിനേക്കാൾ വലിയ നമ്പർ ആയിട്ട് നമ്മൾ n-നെ ചൂസ് ചെയ്യണം. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്കിതാ ഈ ക്വാണ്ടിറ്റിയുടെ ലിമിറ്റ്, ഓക്കെ, ഇതിന്റെ ലിമിറ്റ് നമുക്ക് 0 ആണെന്ന് പറയാൻ പറ്റും. സോ നമുക്ക് എന്ത് പറയാം, ഫൈനലി ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/n മൈനസ് 1/n പ്ലസ് 1 0 ആണെന്ന് പറയും.